തിരിച്ചറിയണം. എന്നാൽ 98 മുതൽ 2025 വരെ 6 ഗവൺമെന്റുകൾ കേരളം ഭരിച്ചപ്പോൾ അതിൽ 4നും നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 98-ൽ നടപ്പിലാക്കിയ +2 സംവിധാനത്തിന് ശേഷം 4 ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കാൻ അവസരമുണ്ടായിട്ടും മലപ്പുറത്തിന് ആനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കളോട് കൂടി ചോദിച്ചുകൊണ്ടാണ്. സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ രൂപീകരണത്തിൻ്റെ 1-ാം ദിവസം മുതൽ മലപ്പുറത്തും മലബാറിലും കേരളത്തിലും ഈ രാജ്യത്തും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സവിശേഷമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളവും മലബാറിനെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ 8 വർഷമായി മലപ്പുറത്തെ വിദ്യാർത്ഥികൾ, മലപ്പുറത്തെ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിരന്തരമായി നൈരന്തര്യ സ്വഭാവത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സ്വീകരിച്ചു പോരുന്നത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ഇടപെടലുകൾ, ഞങ്ങൾ നടത്തിയ ഇടപെടലുകളെ ഐതിഹാസികം എന്ന് വിളിക്കുന്നത് ഞങ്ങളല്ല, ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും ഈ നാട്ടിലെ സാംസ്കാരിക നായകരുമാണ്. ഞങ്ങളുടെ ഇടപെടലുകളുടെ റിസൾട്ടുകൾ അത് മലപ്പുറവും കേരളവും അനുഭവിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം കൂടി നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ജില്ലയിലെ സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലക്ക് എനിക്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നിരവധിയായ വിവേചനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയും ഒരു പ്രദേശവുമാണ്. ഞങ്ങൾ പ്രത്യേകിച്ചും ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സമരത്തെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഞങ്ങളുടെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെക്കുറിച്ച്, സമരത്തിൻ്റെ ഡിമാൻഡുകളെക്കുറിച്ച് പറയുമ്പോൾ ഇതുമാത്രമാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ പരിമിതപ്പെട്ട് വിചാരിക്കാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങളുടെ മേഖലയിലുള്ള വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഈ സമരത്തിന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലയും മലബാറും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ വിവേചനങ്ങളിൽ സമഗ്രമായി കഴിഞ്ഞ 13 വർഷക്കാലമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ അർത്ഥത്തിൽ മലപ്പുറം ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനവും മലപ്പുറം ജില്ലയിലെ മറ്റു പൊതുവികസന വിഷയങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകളും സമരങ്ങളും നിരന്തരമായി വെൽഫെയർ പാർട്ടി മറ്റൊരു മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സവിശേഷമായിട്ടും മലപ്പുറത്തെ യുവാക്കളെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചുമാണ് ഈ സമരത്തിലുടനീളം, ഈ യാത്രയിലുടനീളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഒരു വർഷം 10ാം ക്ലാസ്സിൽ 3 കുട്ടികൾ പാസ്സായാൽ അതിൽ ഒരു കുട്ടിക്ക് ഇവിടുത്തെ ഗവൺമെൻറ് എയ്ഡഡ് സംവിധാനത്തിൽ പഠിക്കാൻ അവസരമില്ലാത്ത കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ്. കേരളത്തിലെ ഒരു ജില്ലക്കും അതുപോലെ ഒരു ഗതികേട് നമുക്ക് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അഥവാ 3 കുട്ടികൾ, ശരാശരി 80,000-ഓളം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വർഷം +1-ന് സീറ്റിനായിട്ട് അപേക്ഷിക്കാറുണ്ട്. സീറ്റിനായിട്ട് അപേക്ഷിക്കുന്നു എന്നതിൻ്റെ താല്പര്യം അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് +1-ന് പഠിക്കണമെന്നതാണ്. എന്നാൽ 84,000 കുട്ടികളൊക്കെ ഒരു വർഷം +1-ന് അപേക്ഷിക്കുമ്പോൾ 50,000-ഓളം കുട്ടികൾക്ക് മാത്രം കൊടുക്കാൻ സീറ്റ് ഉണ്ടാവുകയും ഏതാണ്ട് 30,000-വും 35,000-വും കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പൊതുസംവിധാനത്തിൽ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയും പ്രദേശവുമാണ് മലപ്പുറം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലുടനീളം ഇങ്ങനെയാണ്. കേരളത്തിൽ സൗകര്യം കുറവാണ്, നമ്മുടെ നാട്ടിൽ വികസനം കുറവാണ്, എല്ലാ നാട്ടിലും ഇങ്ങനെയാണെങ്കിൽ മലപ്പുറത്തും ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ വർഷം നടന്നിട്ടുള്ള മലപ്പുറത്തെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഒരുപാട് കണക്കുകൾ ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ, മാധ്യമങ്ങൾക്ക് മുമ്പാകെ പുറത്തുവിട്ടിരുന്നു. കേരളത്തിൽ 125 സ്കൂളുകൾ, കേരളത്തിലെ 125 സ്കൂളുകളിൽ 20 കുട്ടികൾക്ക് താഴെ +1-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 125 സ്കൂളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലപ്പുറത്ത് പൊന്നാനിയിലും മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും +1-ലെ ഒരു ക്ലാസ് മുറിയിൽ ശരാശരി 65-ഉം 70-ഉം കുട്ടികളെ കുത്തി നിറച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ തന്നെ മറ്റൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് യാതൊരു എതിരഭിപ്രായമില്ല. ഞങ്ങൾക്ക് അവിടെയും സംഘടനയുണ്ട്, ഞങ്ങൾക്ക് അവിടെയും ജില്ലാ കമ്മിറ്റിയുണ്ട്, ഞങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സംഘടനയാണ്. എന്നാൽ മലപ്പുറത്ത് 3 കുട്ടികൾ SSLC പാസ്സാകുമ്പം അതിൽ ഒരു കുട്ടിക്ക് പൊതുസംവിധാനത്തിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ കേരളത്തിൽ 2011 സെൻസസ് അനുസരിച്ച് 11,97,000 മാത്രം ജനസംഖ്യയുള്ള പത്തനംതിട്ട ജില്ലയിൽ
അവിടെയുള്ള കുട്ടികൾ 10ാം തരം പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ അവസരമുണ്ടാകുമ്പോഴും അവസരം കിട്ടിയതിന് ശേഷവും അവിടുത്തെ മൊത്തം സീറ്റിൻ്റെ 40% സീറ്റ് പഠിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് മലപ്പുറത്ത് 65ഉം 70ഉം കുട്ടികളെ കുത്തി നിറച്ചിട്ടും 34,000 കുട്ടികൾക്കൊരു വർഷം പൊതു സംവിധാനത്തിൽ എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നത് എന്ന് മലപ്പുറം തുറന്നു ചോദിക്കുന്ന ഒരു സമരത്തിനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നേതൃത്വം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് നീതി? കേരളത്തിൽ അതിനെ നമ്മൾ വികസനപരമായും നീതിപരമായും നോക്കുമ്പം നികുതി കൊടുക്കുന്ന ഒരു ജനതയ്ക്ക് ആനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിന് അടിസ്ഥാനപരമായി ജനാധിപത്യ ബാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ 11,97,000 കുട്ടികൾക്ക് ആവശ്യമുള്ള സീറ്റ് കൊടുക്കുന്നു. ബാക്കി 40% സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ 50 ലക്ഷം മനുഷ്യർ വസിക്കുന്ന മലപ്പുറത്തെ ആളുകൾ കൊടുക്കുന്നത് നികുതിയാണ്, ടാക്സാണ്. ഇവിടെ 84,000 കുട്ടികൾ ഒരു വർഷം +1 അപേക്ഷിക്കുമ്പോൾ 50,000 കുട്ടികൾക്ക് സീറ്റ് ഉണ്ടാവുകയും 34,000 കുട്ടികൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ് മലപ്പുറത്ത് മാത്രം സംജാതമായത് എന്ന ന്യായമായ വികസനപരമായ ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അതിൻ്റെ സമരങ്ങളിലുടനീളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തോട് മാത്രം എന്തുകൊണ്ടാണ് ഈ വിവേചനം ഉണ്ടാകുന്നത്? വളരെ ബോധപൂർവമായിട്ടുള്ള വിവേചനമാണ്. 1998 ഇ കെ നായനാർ കേരളം ഭരിക്കുമ്പോൾ PJ ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോഴാണ് പ്രീ ഡിഗ്രി സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ +2 സംവിധാനം ആരംഭിച്ചത്. അന്ന് കൊടുത്ത സീറ്റിൻ്റെയും ബാച്ചിൻ്റെയും എണ്ണമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ജനസംഖ്യാനുപാതികമായിട്ട് മലബാറിനും മലപ്പുറത്തിനും ആവശ്യമായിട്ടുള്ളത് ഒന്നാമത്തെ സർക്കാർ അഥവാ +2 നടപ്പിലാക്കിയ ഒന്നാമത്തെ സർക്കാർ. അങ്ങനെ 98 മുതൽ 2025 വരെ കേരളത്തിൽ 6 സർക്കാരുകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. ആ 6 സർക്കാരുകളിൽ 4ഉം ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 2 സർക്കാരുകൾ UDFിൻ്റെ ഗവൺമെൻറ്റാണ്. ഈ 6 ഗവൺമെൻറ്റുകളും മലപ്പുറത്തോട് ക്രൂരമായ വിവേചനം വെച്ചു പുലർത്തി എന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഡാറ്റ എടുത്ത് പരിശോധിക്കുമ്പോൾ മലപ്പുറം ഏറെ പിന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നെ ശ്രമിക്കുന്ന UDFിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വളരെ വിനയപുരസരം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് +1 സീറ്റില്ലാത്ത മണ്ഡലം ഏതാണെന്ന് നിങ്ങൾക്കറിയാം? ഒരു മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗങ്ങളിൽ വാതോരാതെ സംസാരിക്കാറുണ്ട്. ഒരൊറ്റ ക്രിസ്ത്യൻ വോട്ടുമില്ലാത്ത തിരൂരങ്ങാടിയിൽ നിർത്തി ഞങ്ങൾ AK ആന്റണിയെ വിജയിപ്പിച്ച മണ്ണാണ് മലപ്പുറവും തിരൂരങ്ങാടിയുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗങ്ങളിൽ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത കഴിഞ്ഞ UDFിൻ്റെ ടൈമിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംഭാവന ചെയ്ത ഔക്കാദർ കുട്ടി നഹാ സാഹിബിൻ്റെ മകൻ PK അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത തിരൂരങ്ങാടി മണ്ഡലമാണ് കേരളത്തിൽ പിന്നാക്കാവസ്ഥയിൽ 1ാം സ്ഥാനത്തുള്ളത് എന്ന് മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാൻ. നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു, നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കൊടുത്തിട്ട്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൊടുത്തിട്ട് എന്തുകൊണ്ട് പിന്നാക്കാവസ്ഥയിൽ തിരൂരങ്ങാടി 1ാം റാങ്കിൽ ഉണ്ടായി എന്നതിന് മലപ്പുറത്തോട് മറുപടി പറയാൻ മുസ്ലിം ലീഗിനും UDFിനും ഒന്നാമതായിട്ട് ബാധ്യതയുണ്ട് എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം റാങ്കിലുള്ള മണ്ഡലം ഏതാണ്? E.T. ബഷീർ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്ത മണ്ഡലമായിരുന്നു തിരൂർ മണ്ഡലം. അഥവാ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയിൽ ഏറ്റവും പിന്നിലുള്ള 2ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് E.T. ബഷീർ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായിട്ടുള്ള തിരൂരാണ്. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ തിരൂർ പിന്നാക്കാവസ്ഥയിൽ 2ാം റാങ്കിലേക്ക് പോയത് എന്നതിന് മറുപടി പറയാൻ മലപ്പുറത്തെ ഏറ്റവും വലിയ പാർട്ടിക്ക് രാഷ്ട്രീയപരമായി ബാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3ാം റാങ്കിലുള്ള മണ്ഡലം ഏതാണ്? അഥവാ UDF അധികാരത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ ക്യാബിനറ്റിൽ 2ാം റാങ്ക് കിട്ടിയിട്ടുള്ള സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിദാനം ചെയ്യുന്ന വേങ്ങര മണ്ഡലമാണ് പിന്നാക്കാവസ്ഥയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് 3ാം റാങ്കിലുള്ളത് എന്നതിന് UDF ഈ നാട്ടിനോട്, ഈ മലബാറിനോട്, മലപ്പുറത്തോട് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ 98 മുതൽ 2025 വരെ 6 ഗവൺമെന്റുകൾ കേരളം ഭരിച്ചപ്പോൾ അതിൽ 4നും നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 98 നടപ്പിലാക്കിയ +2 സംവിധാനത്തിന് ശേഷം
4 ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കാൻ അവസരമുണ്ടായിട്ടും മലപ്പുറത്തിന് ആനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കളോട് കൂടി ചോദിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അഥവാ നമ്മുടെ പ്രശ്നം മന്ത്രിമാരില്ലാത്തതല്ല, നമ്മുടെ പ്രശ്നം MLA മാരില്ലാത്തതല്ല. നമുക്ക് MLA മാരുണ്ടായിട്ടുണ്ട്, നമുക്ക് 2 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. 36 വർഷം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മലപ്പുറത്ത് നിന്നുള്ള MLA മാരാണ്. നമുക്ക് MLA മാരും MP മാരും മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നട്ടെല്ലും ചങ്കൂറ്റവുമുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു MLAയും നമുക്കുണ്ടായില്ല, ഒരു മന്ത്രിയും നമുക്കുണ്ടായില്ല എന്നതിൻ്റെ കെടുതി പേറിക്കൊണ്ടാണ് മലപ്പുറം ഈ അവകാശ വർത്തമാനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മലപ്പുറത്തെ ജനത തിരിച്ചറിയണം. അതുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മലപ്പുറം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയിൽ ഒരുപോലെ 50:50 എന്ന തോതിൽ പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിലെ സുഹൃത്തുക്കളോട് കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ സമരരംഗത്തുണ്ട് എന്നതിന് ഞാൻ അംഗീകരിക്കുന്നു. ബഹുമാന്യനായ PK നവാസിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്തു എന്നതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ വലിയ വെടുവായുത്തം പറഞ്ഞ് വലിയ വർത്തമാനത്തിൽ നിങ്ങളിപ്പോൾ മലപ്പുറത്ത് ഒരു ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ബഹുമാന്യനായ ഷെരീഫ് കുറ്റൂരിനൊപ്പം ഞാനും ആ സമ്മേളന വേദി സന്ദർശിച്ചതാണ്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്? നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്? നിങ്ങൾ മഞ്ചാടിയുടെ മായെക്കുറിച്ച് പറയുന്നുണ്ട്, മലപ്പുറത്തിന്റെ മായെക്കുറിച്ച് പറയുന്നുണ്ട്, മുഞ്ചിന്റെ മായെക്കുറിച്ച് പറയുന്നുണ്ട്. മലപ്പുറം അനുഭവിക്കുന്ന പിന്നാക്കാവസ്ഥയെക്കുറിച്ച് ഒരു സെഷൻ പോലും വെക്കാൻ 3 ദിവസം സമ്മേളനം നടത്തുമ്പോൾ എന്തുകൊണ്ട് യൂത്ത് ലീഗിന് മലപ്പുറത്ത് കഴിയുന്നില്ല എന്ന ചോദ്യം മലപ്പുറം കേരളത്തോടായിട്ടും മലപ്പുറത്തെ മുസ്ലിം ലീഗിനോടായിട്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ലവ് ലെഗസി ലിറ്ററേച്ചർ എന്നാണ്. ലവ് ലെഗസി ലിറ്ററേച്ചർ, ഞാൻ അതിനെ കൊച്ചാക്കി കാണുകയില്ല. ലവിനെ കുറിച്ച് സംസാരിക്കണം. അഥവാ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം സംഘപരിവാറിന്റെ ശക്തികൾ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റും തീരുമാനിച്ചിട്ടുള്ളത്, ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് അരാഷ്ട്രീയമായിട്ടുള്ള ലവായിട്ട് മാറാൻ പാടില്ല. അത് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയ സാഹോദര്യത്തിന്റെ ലവാക്കി മാറ്റാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കഴിയുന്നില്ല എന്നിടത്താണ് മലപ്പുറം അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ കാതലുള്ളത് എന്ന് ജനാധിപത്യ മലപ്പുറം തിരിച്ചറിയണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നു. ഏത് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ലിറ്ററേച്ചറിൽ മലപ്പുറത്തിന്റെ പിന്നാക്ക ജനവിഭാഗങ്ങളെ കുറിച്ച്, മലപ്പുറം ഒരു ജനത എന്ന അർത്ഥത്തിൽ മലപ്പുറത്തെ ഡെമോഗ്രഫിയിൽ ഏറ്റവും കൂടുതലുള്ള മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ബാബരിയെ മറക്കേണ്ട കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമ്മേളനങ്ങൾ കിട്ടി വർത്തമാനം പറയുന്നിടത്താണ് മലപ്പുറത്തെ ലിറ്ററേച്ചറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ മലപ്പുറത്തിനൊരു ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. അഥവാ പടപ്പുറപ്പാടും പടപ്പാട്ടുകളുമായിട്ട് മലപ്പുറത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അതിന് ഈ നാട്ടിലെ മനുഷ്യരെ പ്രചോദിപ്പിച്ച് നിർത്തിയ വലിയ ലിറ്ററേച്ചറിന്റെ ഉടമകളാണ് മലപ്പുറം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനപ്പുറത്ത് അരാഷ്ട്രീയമായിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് ലെഗസിയെ കുറിച്ചാണ് നിങ്ങൾ മായിൽ പറയുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. നിങ്ങൾ പറയുന്ന ലെഗസി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വാഗ്വാദങ്ങളിലാണ്. ഈ നാട്ടിലുള്ള ഒരു മതസംഘടനയുമായിട്ട് വലിയ വാഗ്വാദങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഥവാ ലെഗസിയുമായി ബന്ധപ്പെട്ട വാഗ്വാദമാണ്. അഥവാ ഒരു കുടുംബത്തിന്റെ തറവാടിന്റെ ലെഗസിയാണ് മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും മലബാറിന്റെയും ലെഗസി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഓർമ്മപ്പെടുത്തി പറയാനുള്ളത്, ഞാൻ സംസാരിക്കുന്നത് പൊന്നാനിയിൽ നിന്നാണ്. വെളിയങ്കോട് ഉമ്മർഖാലിയുടെ ലെഗസി പറയാതെ, ആലി മുസ്ലിയാരുടെ ലെഗസി പറയാതെ, മമ്പറന്നങ്ങന്മാരുടെ ലെഗസി പറയാതെ, MP നാരായണ മേനോന്റെ സംഭാവനകൾ അയവിറക്കാതെ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ ലെഗസിയിലേക്ക് മാത്രം മലപ്പുറത്തിന്റെ പാരമ്പര്യത്തെ പരിമിതപ്പെടുത്താൻ കഴിയുന്നത് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയണം. അഥവാ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോട് ഒപ്പം ചേരുമ്പോൾ തന്നെ അതിന്റെ എസൻസിൽ, അതിന്റെ ആത്മാവിൽ മലപ്പുറം അനുഭവിക്കുന്ന വിവേചനങ്ങളുടെ കാരണമോ കാതലോ ഇല്ല എന്നിടത്താണ് മലപ്പുറത്തിന്റെ പ്രതിസന്ധി ഉള്ളത് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അരാഷ്ട്രീയമായ ലവ്വിനെ കുറിച്ച് സംസാരിക്കുന്ന, അഥവാ കുടുംബ മഹിമയെ കുറിച്ച് സംസാരിക്കുന്ന, ഇവിടത്തെ പോരാട്ട ചരിത്രങ്ങൾക്ക് ഊർജം പകർന്ന ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു മാക്കും മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു സ്ഥാനവുമില്ല എന്നാണ് എനിക്കതിൽ ഓർമ്മപ്പെടുത്തി പറയാനുള്ളത്. അഥവാ ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ അലിഗർ മുസ്ലിം ഓഫ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്.
എന്താണ് സുഹൃത്തുക്കളെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം? ഇ അഹമ്മദ് സാഹിബിന്റെ മരണത്തിന്റെ 8ാമത്തെ ആണ്ട് ഇന്നലെ നമ്മൾ ആചരിച്ചു. ബഹുമാനനായ ഇ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയാകുമ്പോഴാണ് പെരിന്തൽമണ്ണയിലേക്ക് അലിഗഡ് മുസ്ലിം ഓഫ് ക്യാമ്പസ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ വലിയ കൊട്ടിയാഘോഷങ്ങളോട് കൂടി നമ്മളോട് പറഞ്ഞതെന്താ? ഉത്തരേന്ത്യയിൽ അലിഗഡ് എങ്ങനെയാണോ അതിന് സമാനമായിട്ടുള്ള ഒരു അലിഗഡായിട്ട് പെരിന്തൽമണ്ണയിൽ വരുന്ന ആ അലിഗഡിനെ നമ്മൾ മാറ്റുമെന്നാണ്. സാധാരണഗതിയിൽ മലപ്പുറത്തേക്ക് പദ്ധതികൾ അനുവദിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയാറുള്ളത്, നിങ്ങൾ വളരെ തിക്കിനിറങ്ങി ജീവിക്കുന്ന ഒരു ജനതയാണ്, അഥവാ ഇവിടെ ഭൂമി ലഭ്യമാവുക എന്നത് വലിയ പ്രയാസമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ നിശ്ചയിച്ച തുകക്ക് 343 ഏക്കർ സൗജന്യമെന്നോണം നൽകിയിട്ട് മലപ്പുറത്തൊരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം വരുമല്ലോ എന്ന് വിചാരിച്ച് പെരിന്തൽമണ്ണയിലെ നല്ലവരായ മനുഷ്യർ 343 ഏക്കർ കൈമാറിയിട്ട് 1.5 പതിറ്റാണ്ട് കാലം പിന്നിട്ടു. ഇപ്പോൾ എന്താണ് അലിഗഡ് മുസ്ലിം ഓഫ് ക്യാമ്പസിന്റെ അവസ്ഥ? നിങ്ങളുടെ പൊന്നാനി പരിസരത്തെ ഒരു ട്യൂഷൻ സെന്ററിൽ ചുരുങ്ങിയത് 1000-1500 കുട്ടികളുണ്ടാകും. അവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട്? എന്നാൽ 343 ഏക്കർ മലപ്പുറത്തുകാരന് ഉദാരമായി സംഭാവന ചെയ്ത അലിഗഡ് മുസ്ലിം ഓഫ് ക്യാമ്പസിൽ 3 കോഴ്സും 400 ചില്ലാനും കുട്ടികളും 30 ഫാക്കൽറ്റി മെമ്പറും ഒരു ട്യൂഷൻ സെന്ററിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അലിഗഡ് മുസ്ലിം ഓഫ് ക്യാമ്പസ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മലപ്പുറത്തെ പ്രതിദാനം ചെയ്യുന്ന MP ഇല്ലാഞ്ഞിട്ടല്ല. അപ്പം നിങ്ങൾ പറയും കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നറിയാത്തവരല്ല ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. പക്ഷേ മലപ്പുറത്തെ അഭിസംബോധന ചെയ്യുന്ന MP അതിലെന്ത് ഇടപെടലാണ് നടത്തിയത് എന്ന ന്യായമായ രാഷ്ട്രീയ ചോദ്യത്തെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമുണ്ട്. 10 വർഷമായി നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്തുകാരൻ ഏതാണ്ട് 2.5 വർഷക്കാലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല കൂടി കൈകാര്യം ചെയ്തു. എന്ത് ഇടപെടലാണ് ഇടതുപക്ഷം 9 വർഷമായിട്ട് അലിഗഡ് മുസ്ലിം ഓഫ് ക്യാമ്പസിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നറിയാൻ മലപ്പുറത്തിന് ന്യായമായിട്ടും അവകാശമുണ്ട് എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൂമി കൊടുത്തു, നമ്മൾ സൗകര്യം കൊടുത്തു. എന്നാൽ കേരളത്തിലെ ഏത് പ്രദേശത്താണ് പൊന്നും വിലക്ക് കിട്ടേണ്ട ഭൂമി ആളുകൾ സൗജന്യമായിട്ട് വികസനത്തിന് കൊടുക്കാറുള്ളത്? മലപ്പുറത്തിന്റെ ഉദാരതയെ, മലപ്പുറത്തിന്റെ ബെനവലൻസിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാ വികസന പദ്ധതികളും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ മനോഹരമായി മലപ്പുറം മോഡൽ വികസനമെന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഉദാരമായിട്ട് 343 ഏക്കർ പെരിന്തൽമണ്ണയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് 5000 കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസായി പെരിന്തൽമണ്ണയിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടേ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ഇവിടുത്തെ ഭരണവർഗത്തോടും മുമ്പ് ഭരിച്ചവരോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്താണ് ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ? 2013 നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. 2014 വീണ്ടും മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. ആലപ്പുഴയിലും കൊല്ലത്തും മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. 2016 പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. 2019 കാസർഗോഡ് ജില്ലയിലും മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. ആദ്യം പ്രഖ്യാപിച്ചത് മലപ്പുറത്തെ മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകേണ്ടുന്ന അപ്പലേറ്റ് ബോഡി എന്ന് പറയുന്നത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടപ്രകാരം ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 25 ഏക്കർ സ്ഥലം വേണം. എന്നാൽ മലപ്പുറത്തെ ജില്ലാ ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും എല്ലാം കൂടെ 23 ഏക്കറിലാണ് വളരെ കൺജസ്റ്റഡായി വളരെ പരിമിതപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത്. അഥവാ നിയമപരമായി ന്യായമായി അംഗീകാരം ലഭിക്കാൻ പോലും സാധ്യതയില്ലാത്തവണ്ണം പരിമിതമായ സൗകര്യങ്ങളിലാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ഉള്ളത്. മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? എന്നാൽ 2013 മലപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചതിന് ശേഷം 2016 കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. 2013 മലപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് സ്ഥലമേറ്റെടുക്കാൻ അന്ന് വകയിരുത്തിയത് കേവലം 13 കോടി രൂപയാണ്. ആ 13 കോടി രൂപയിൽ 1 കോടി രൂപ സർവേ എന്ന് പറഞ്ഞ് ലാപ്സാക്കി കളഞ്ഞു. 12 വർഷം പിന്നിടുമ്പോൾ ഇതുവരെ ആ 12 കോടിയിലെ നയാ പൈസ ഭൂമി ഏറ്റെടുക്കാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടി ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ 2013 ശേഷം 2016 കോന്നിയിലെ മെഡിക്കൽ കോളേജ് വരുമ്പോൾ നെബാഡിന്റെ കൂടി സഹായത്തോടു കൂടി 200 കോടി രൂപയാണ് കോന്നിയിലെ മെഡിക്കൽ കോളേജിന് സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി അവിടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അഥവാ പൊന്നും വിലക്ക്.
അങ്ങനെ 200 കോടി പ്രഖ്യാപിക്കുന്നു, ആ ഫണ്ട് അനുവദിക്കുന്നു. 50 ഏക്കർ സ്ഥലം കോന്നിയിലെ മെഡിക്കൽ കോളേജിന് വാങ്ങുന്നു. എന്നിട്ട് അവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ, അവിടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ 336 കോടി രൂപ നാളിതുവരെ ആയിട്ട് 8 വർഷത്തിനുള്ളിൽ അനുവദിച്ചു. അങ്ങനെ മൊത്തം 536 കോടി രൂപ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിന് ഗവൺമെന്റ് അനുവദിച്ചു. എന്നാൽ 1/2 കോടി മനുഷ്യർ നികുതി കൊടുക്കുന്ന, 1/2 കോടി മനുഷ്യർ ജീവിക്കുന്ന മലപ്പുറത്തെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന് 12 വർഷമായിട്ട് ആകെ കൊടുത്തത് 40 ചില്ലാനം കോടിയാണ്. നമുക്ക് ലഭിച്ചതിൻ്റെ 10 ഇരട്ടിയാണ് പത്തനംതിട്ട ജില്ലക്ക് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നതോ 1/2 കോടി മനുഷ്യർ നികുതി കൊടുക്കുമ്പോൾ നമ്മുടെ 4/1 മനുഷ്യരാണ് പത്തനംതിട്ട ജില്ലയിൽ നികുതി കൊടുക്കുന്നത്. ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ, ഇതിനെ ഞങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് മുദ്ര കുത്താനുള്ള ശ്രമങ്ങളിലാണ് ഇവിടുത്തെ ഭരണകൂടമുള്ളത് എന്നതാണ് നമ്മുടെ ഗതികേട്. ഈ അന്യായത്തെ ചോദ്യം ചെയ്യാതെ നിങ്ങൾ എന്ത് ലേബലിൽ ഞങ്ങളെ മുദ്ര കുത്താൻ ശ്രമിച്ചാലും ഈ അന്യായത്തെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച സംഘടനയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റും വെൽഫെയർ പാർട്ടിയുമെന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന ആളുകൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾ ചരിത്രത്തിൽ അന്യായം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, നിരന്തരമായി മലപ്പുറത്തോട് അന്യായം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതുവരെ. എന്നാൽ നമുക്ക് ഭൂമി കിട്ടാത്ത പ്രശ്നമുണ്ടോ? മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള വെട്ടേക്കാട് അവിടുത്തെ പ്രദേശ നിവാസികൾ 25 ഏക്കർ, 1-2 സെന്റല്ല, 10 സെന്റല്ല, 25 ഏക്കർ സൗജന്യമായി മെഡിക്കൽ കോളേജിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ബാക്കി 25 ഏക്കർ സർക്കാർ പറയുന്ന പണത്തിന് കൊടുക്കാം. അതിന് ഈ 12 കോടി ധാരാളം മതി. സർക്കാർ ഫണ്ട് നിശ്ചയിച്ചാൽ ആ തുകക്ക് ഞങ്ങൾ ഭൂമി കൊടുക്കാമെന്ന് വെട്ടേക്കാടുള്ള പ്രദേശ നിവാസികൾ പറഞ്ഞിട്ടും 12 വർഷമായിട്ട് ആ വിഷയത്തിൽ അനങ്ങാപാറ നയമാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 പിണറായി സർക്കാരും മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരും സ്വീകരിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഡിമാൻഡ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് വെട്ടേക്കാടുള്ള ആ 50 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും അവിടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ ഒരു മെഡിക്കൽ കോളേജിന് വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ആ മാനദണ്ഡങ്ങളെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജനറൽ ആശുപത്രി നിലനിർത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് വേണം എന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന അടുത്ത വിഷയമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ തീരദേശ മേഖലയിൽ നിന്നാണ് സംസാരിക്കുന്നത്, പൊന്നാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട അമീൻ റിയാസ് സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ ഒരു ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുണ്ട്. ആ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിൽ പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിക്കാൻ ഒരു ഫിഷറീസ് ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ഫിഷറീസ് കോളേജ് സ്ഥാപിക്കുമെന്ന് മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചതാണ്. 2-ാം പിണറായി സർക്കാരിന് ആളുകൾ ചവിട്ടിപ്പുറത്താകാൻ കാത്തിരിക്കുന്ന സമയമെടുത്തു. എന്നിട്ടും 9 വർഷക്കാലം പിന്നിടുമ്പോഴും മേഴ്സിക്കുട്ടിയമ്മ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഫിഷറീസ് കോളേജുമായി ബന്ധപ്പെട്ട് ഒരനക്കവും ഒരു സംവിധാനവും ചെയ്യാൻ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ ഈ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ മുന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഒരു ഡിമാൻഡ് കൂടി ഉന്നയിക്കുന്നു. അഥവാ ഇവിടുത്തെ യുവാക്കൾക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അത്യാധുനികമായിട്ടുള്ള മേഖലകളിൽ പരിശീലനം നൽകുന്ന ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഈ കോളേജിന് കൂടെ അതിനോടനുബന്ധമായിട്ട് സ്ഥാപിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഈ നാട്ടിൽ ഉന്നയിക്കുന്ന അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മലപ്പുറം എന്ന് പറയുന്നത്, മലബാർ എന്ന് പറയുന്നത് വലിയ കായിക താരങ്ങളെയും കായിക മേഖലയിലെ ആളുകളെയും സംഭാവന ചെയ്ത ഒരു മണ്ണാണ്. മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചർച്ചയിലാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രിയുള്ളത്. മെസ്സിയെ കൊണ്ടുവരാൻ എത്ര കോടി വേണം? മെസ്സിയെ കൊണ്ടുവരുന്നതും കൊണ്ടുവരാത്തതും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ വിഷയമല്ല. പക്ഷേ മലപ്പുറത്ത് ഒരുപാട് മെസ്സിമാരുണ്ട് എന്ന് അബ്ദുറഹ്മാൻ തിരിച്ചറിയാതെ പോകരുത്. മലപ്പുറത്തെ മെസ്സിമാരെ, മലപ്പുറത്തെ റൊണാൾഡോമാരെ അവർക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ടെങ്കിലും ഉണ്ടാക്കാനുള്ള നടപടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് 5 വർഷമായല്ലോ കായിക വകുപ്പിന്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും മലപ്പുറത്തിന് വേണ്ടി ചെയ്യാനുള്ള ഇച്ഛാശക്തി കാണിച്ചിട്ട് വേണം വിദേശ താരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ എന്നാണ് മന്ത്രി അബ്ദുറഹ്മാനോട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് മലപ്പുറവും മലബാറും കേരളത്തിനും ലോകത്തിനും ഒരുപാട് കായിക താരങ്ങളെ സംഭാവന ചെയ്ത ഒരു മണ്ണ് എന്ന അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു കായിക സർവകലാശാല മലപ്പുറം ആസ്ഥാനമായിട്ട് ലഭ്യമാക്കി തരണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന അടുത്തൊരു വിഷയമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഒരു ബോഡി എന്ന് പറയുന്നത്. അഥവാ ഇവിടുത്തെ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം നൽകുന്ന ഒരു ബോഡി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ കൃത്യമായ ചട്ടത്തിൽ എഴുതി വെക്കുന്നു, ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പരമാവധി
100 കോളേജുകളാണ് അഫിലിയേറ്റ് ചെയ്യാൻ പാടുള്ളത് എന്ന്. എന്നാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലത്തുള്ള കോഴിക്കോട് സർവകലാശാലയിൽ 413 കോളേജുകൾ നിലവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 4 യൂണിവേഴ്സിറ്റി വേണ്ടിടത്താണ് 5 ജില്ലകൾക്കായിട്ട് നമുക്കാകെ കൂടെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്. 4 യൂണിവേഴ്സിറ്റി തരേണ്ടിടത്ത് നമുക്കാകെയുള്ളത് ഒരൊറ്റ യൂണിവേഴ്സിറ്റിയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 130 DSU ക്യാമ്പസ് കൂടി കൂട്ടിയാൽ 138 ക്യാമ്പസുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന അടുത്ത ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഥവാ തേഞ്ഞിപ്പലത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് സർവകലാശാല മലപ്പുറം ജില്ലക്ക് മാത്രമായിട്ട് ക്രമീകരിക്കണം എന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഉന്നയിക്കുന്ന അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ വിഷയങ്ങളിൽ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയം പ്രിയപ്പെട്ട ജ്യോതിബാസ് പറവൂർ ഉന്നയിക്കേണ്ടായി. 14 ജില്ലകളുള്ള കേരളം, 14 ജില്ലകളുള്ള കേരളം, അതിൽ 13 ജില്ലകളിലും ഗവൺമെന്റ് തലത്തിലോ എയ്ഡഡ് തലത്തിലോ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്തിന് ബാക്കി 14 ജില്ലകൾ ഉണ്ടാകുമ്പോൾ ബാക്കി 13 ജില്ലകൾ ഉണ്ടാകുമ്പോൾ മലപ്പുറത്ത് മാത്രം ഗവൺമെന്റ് എയ്ഡഡ് തലത്തിൽ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലാത്ത ഒരു ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ മലപ്പുറമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലൂടെ ഉന്നയിക്കുന്ന ഡിമാൻഡ് അങ്ങ് മങ്കട മണ്ഡലത്തിലെ അങ്ങാടിപ്പുറത്തുള്ള പോളിടെക്നിക് കോളേജ് ഉണ്ട്. ആ പോളിടെക്നിക് കോളേജിൽ വിശാലമായ ക്യാമ്പസ് അവൈലബിൾ ആണ്. അവിടെ പോളിടെക്നിക് കോളേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ കോഴ്സുകളോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അനിവാര്യമായും ലഭ്യമാക്കേണ്ടതുണ്ട് എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും മലപ്പുറം ജില്ല സവിശേഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രശ്നങ്ങളെ ഞങ്ങൾ ഓരോന്നായി അഡ്രസ് ചെയ്തുകൊണ്ട് അഥവാ അതിന് പരിഹാരം കൂടി നിശ്ചയിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സമരത്തിന്റെ ആവശ്യങ്ങളെ, ഈ സമരത്തിന്റെ ന്യായങ്ങളെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഭരണകൂടവും സന്നദ്ധമാകണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. അങ്ങനെ തെരുവിലെന്തോ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി തെരുവിൽ നടന്ന് സമരം അവസാനിപ്പിക്കുന്ന സംഘടനകളെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് അഥവാ 2ാം പൗരത്വ പ്രക്ഷോഭം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പൗരത്വ പ്രക്ഷോഭം അഥവാ പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പരമ്പരാഗത സംഘടനകൾ അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ JNUവിന്റെ ക്യാമ്പസിൽ സമരത്തിന് തുടക്കം കുറിക്കുകയും ഇന്ത്യക്ക് എങ്ങനെ സമരം ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സംഘമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് എന്നെ കേൾക്കുന്ന ഭരണകൂടത്തിന്റെ ആളുകൾ തിരിച്ചറിയണം. അഥവാ ഇവിടെ ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളുടെ ആയിഷാറന്നക്കും ലതീദ ഫർസാനക്കും ഷഹീൻ അബ്ദുള്ളക്കും ലതീദ ഫർസാനക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ കൂടെ നടന്നിട്ടുള്ള എൻ്റെ സഖാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ നടന്നു നീങ്ങിയ വഴികൾ അത്രയും, ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത്രയും സാധിച്ചെടുത്തിട്ടേ ഞങ്ങൾ ഈ സമരത്തെ അവസാനിപ്പിക്കൂ എന്നാണ് ഭരണകൂടത്തോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മാത്രം നടത്തേണ്ടുന്ന ഒരു സമരമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നാൽ ഏതൊക്കെ മേഖലയിൽ ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴും ഞങ്ങളെ ബ്രാൻഡിങ്ങുകൾക്ക് വിധേയമാക്കി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനു മുമ്പുള്ള പ്രഭാഷണങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മലപ്പുറം 1ാം റാങ്ക് വാങ്ങുന്ന ഒരേ ഒരു മേഖലയാണുള്ളത്. ആ മേഖല എന്ന് പറയുന്നത് അപരവൽക്കരിക്കുന്ന മേഖലയാണ്, അഥവാ പൈശാചികവൽക്കരിക്കുന്ന മേഖലയാണ്. ആ മേഖലയിൽ മലപ്പുറം എല്ലാ കാലഘട്ടത്തിലും 969 മുതൽ നാളിതുവരെ മലപ്പുറത്തെ അപരവൽക്കരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചത് എന്താണ്, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് എന്താണ്? ഞങ്ങളിങ്ങനെ പായേരം പറഞ്ഞ്, ഞങ്ങളിങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞ്, ഞങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അല്ലലും പായേലും പറഞ്ഞ് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു പ്രദേശമാണ് എന്നാണോ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത്? നിങ്ങൾ അറിയണം, 14 ജില്ലകളുള്ള കേരളത്തിൽ ഈ വർഷത്തെ കായികമേളയിൽ 1ാമതെത്തിയ ജില്ലയുടെ പേര് മലപ്പുറമാണ് എന്ന് ഇവിടുത്തെ ഭരണകൂടം തിരിച്ചറിയണം.
തിരിച്ചറിയണം. 14 ജില്ലകളുള്ള കേരളത്തിൽ ശാസ്ത്രമേളയിൽ ഈ വർഷം ഒന്നാമതെത്തിയ ജില്ലയുടെ പേര് മലപ്പുറമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളെല്ലാ മേഖലയിലും നിങ്ങൾ പിന്നാക്കമാക്കാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ള സൗകര്യങ്ങളെ ഏറ്റവും രചനാത്മകമായും ക്രിയേറ്റീവായും ഉപയോഗപ്പെടുത്തി വലിയ ഉയരങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് മലപ്പുറത്തുള്ളത് എന്ന് തിരിച്ചറിയാൻ ഭരണകൂടം സന്നദ്ധമാകണം. അഥവാ ഒരു ഭാഗത്ത് ഞങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് ഞങ്ങളുടെ മുന്നേറ്റത്തിനുള്ള വഴിയെ അഥവാ വിദ്യാഭ്യാസത്തെ വിമോചനത്തിൻ്റെ വഴിയായി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളെക്കുറിച്ചുള്ള ബ്രാൻഡിങ് എന്നാണ് അഥവാ കാക്കമാരുടെ നാട്, മുല്ലമാരുടെ നാട്, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുടെ നാട്. നിങ്ങൾ തിരിച്ചറിയണം, ഒരു 17കാരി അഥവാ ഈ നാട്ടിൽ ആദ്യമായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി അങ്ങ് വിമാനം പറത്തിയിട്ടുണ്ടെങ്കിൽ പള്ളി ദർസിലെ മുക്രിയായിട്ടുള്ള ഒരു വാപ്പയുടെ മകളാണ് മലപ്പുറത്ത് നിന്ന് ഇന്ത്യയിൽ അഥവാ 17ാമത്തെ വയസ്സിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പൈലറ്റായിട്ട് വന്നിട്ടുള്ള വിപ്ലവകാരി മലപ്പുറത്തുകാരിയാണ് എന്ന് ഞങ്ങളെ കേൾക്കുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന്റെ വക്താക്കൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് മലപ്പുറം പറയുന്ന ഈ പിന്നാക്കാവസ്ഥയെ ഞങ്ങളെന്തോ ഔദാര്യത്തെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. അഥവാ സോഷ്യൽ ഡിസ്ക്രിമിനേഷന്റെ സാമൂഹിക പിന്നാക്കാവസ്ഥയുടെ ഏത് സൂചകങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും ആ സൂചകങ്ങളിലും ഇൻഡിക്കേറ്ററുകളിലും എല്ലാ മേഖലയിലും പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് മലപ്പുറം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു സംസ്ഥാനം ഉണ്ടായിട്ടുണ്ട്, അത് തെലങ്കാന എന്നാണ്. അഥവാ സീമാന്ധ്ര പ്രദേശത്ത് നിന്ന് തെലങ്കാന എന്ന് പറയുന്ന ഒരു പ്രദേശം സവിശേഷമായി അനുഭവിച്ചു കൊണ്ടിരുന്ന വികസനപരമായ പിന്നാക്കാവസ്ഥയുടെ കാരണങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവിടെ ഐതിഹാസികമായിട്ടുള്ള തെലങ്കാന സമരം രൂപപ്പെട്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അഥവാ തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി തെലങ്കാന സംസ്ഥാനത്തിന്റെ ശില്പികൾ ഒച്ചയെടുക്കുമ്പോൾ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ അവർ ഉന്നയിച്ചിരുന്ന സാമൂഹിക പിന്നാക്കാവസ്ഥയുടെ സൂചകങ്ങൾ ഉണ്ടായിരുന്നു. ആ സൂചകങ്ങളും കേരളത്തിൽ മലബാറും മലപ്പുറവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പിന്നാക്കാവസ്ഥയുടെ സൂചകങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ ഏതൊരു കാരണമാണോ വർത്തിച്ചത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിവേചനം ചരിത്രപരമായും സാമൂഹികമായും വികസനപരമായും ഈ മലബാറും മലപ്പുറവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. പക്ഷേ ഫ്രട്ടേണിറ്റി മൂവ്മെന്റോ വെൽഫെയർ പാർട്ടിയോ ഒരു വിഘടനവാദ സിദ്ധാന്തവും ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. അഥവാ ഞങ്ങളുടെ പിന്നാക്കാവസ്ഥക്ക് പരിഹാരമായി ഞങ്ങൾക്കൊരു മലബാർ സംസ്ഥാനം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അഥവാ ഐക്യ കേരളമായി നിലനിന്നുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റും വെൽഫെയർ പാർട്ടിയും തിരിച്ചറിയുന്നത്. പക്ഷേ ഞങ്ങളെ ആക്ഷേപങ്ങളിൽ മുക്കിക്കൊണ്ട് ഞങ്ങളെ ഇനിയും പിന്നാക്കമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ മലപ്പുറത്തൊരു ജനത എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്ന ഒരു നാൾ അതിവിദൂരമല്ല എന്ന് ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണം. അഥവാ ഞങ്ങളെങ്ങാനും ഞങ്ങളുടെ ന്യായങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അഥവാ ഞങ്ങൾ പുതിയ മേഖലകളെക്കുറിച്ച് സംസാരിക്കാൻ സന്നദ്ധമായാൽ അത് വകവെച്ച് തരാൻ മാത്രം ഭീകരമായ വിവേചനങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണമെന്ന് സതുദ്ദേശപരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നൽകിയ ഊഷ്മളമായ ഈ സ്വീകരണത്തിന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭീം, ജയ് ഫ്രട്ടേണിറ്റി.